الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ കൂടിയത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ്. നിസ്കരിച്ചും ഖുതുബ കേട്ടും ദിക്ർ ചൊല്ലിയും ദുആ ചെയ്തു ഖുർആൻ പാരായണം ചെയ്തു അങ്ങനെ പലതിലൂടെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് നമ്മൾ ഇവിടെ കൂടിയത്. ഇതുപോലെ ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ ആരാധകന്മാരാണ്. എന്നാൽ ആരാധ്യനായ അള്ളാഹുവിനെ നമ്മൾ കണ്ടോ? നമ്മളെന്നല്ല, ആരെങ്കിലും കണ്ടോ? സാധിക്കുമോ? ദുനിയാവിൽ വെച്ച് സാധ്യമല്ല. എത്ര വലിയ മഹാന്മാരാണെങ്കിലും സാധ്യമല്ല. നമുക്കറിയാം, മൂസ അലൈഹിസ്സലാം തുരിസിനയിൽ അള്ളാഹുവോട് ചോദിച്ചു നോക്കി. വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ, മൂസാക്ക് നമ്മൾ നിശ്ചയിച്ചു കൊടുത്ത സമയത്ത് മൂസ വന്നു. അള്ളാഹു തന്നെ പറയാ ഖുർആനിൽ. എന്നിട്ട് വകല്ലമഹു റബ്ബുഹു, റബ്ബ് മൂസയോട് സംസാരിച്ചു. അകലെ നിന്നുള്ള വഹയല്ല, മലക്ക് മുഖാന്തരമല്ല, അള്ളാഹ് തന്നെ സംസാരിക്കുകയാണ്. കലീമുല്ലാഹി എന്നല്ലേ പറയാ മൂസാ നബിയെ കുറിച്ച്. അള്ളാഹ് സംസാരിച്ച ആള്, അള്ളാഹിന്റെ സംസാരം കേട്ടു. മൂസ അങ്ങോട്ട് പറയുന്നുണ്ട്, അള്ളാഹ് കേൾക്കുന്നു. അള്ളാഹ് ഇങ്ങോട്ട് പറയുന്നുണ്ട്, മൂസ കേൾക്കുന്നു. എന്തായിരിക്കും ആ അനുഭവം? അപ്പൊ മൂസ അലൈഹിസ്സലാം ഒന്ന് മനസ്സ് തുറന്നു. ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക, ഒന്ന് കാണിച്ചതാ റബ്ബേ, ഞാനൊന്ന് കണ്ടോട്ടെ, ഞാനൊന്ന് എന്നെ നോക്കട്ടെ. അള്ളാഹ് പറഞ്ഞു, ഖാല ലം തറാനി, ഇല്ല മൂസ, കാണാൻ സാധ്യമല്ല, നീ എന്നെ കാണൂല. അതിന്റെ ആയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ മല കിടുങ്ങിയതും മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ടതൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. എന്തുകൊണ്ട് കാണൂല? അള്ളാഹു പറയുന്നു, വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യൻ. അള്ളാഹു ഒരു മനുഷ്യനോട് വഹ്യ് മുഖേനയാണ് സംസാരിക്കുക. ഔ മിൻ വറാഇ ഹിജാബ്, അല്ലെങ്കിൽ ഒരു മറക്കപ്പുറത്ത് നിന്നാണ് സംസാരിക്കുക. എന്താണ് ആ മറ? അള്ളാഹു ആലം. എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധകന്മാർ കാണുന്നില്ല ദുനിയാവിൽ? എന്താണ് ഇങ്ങനെ ഒരവസ്ഥ? എന്തിനാണ് അള്ളാഹു അങ്ങനെ ആക്കിയത്? അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചോ?
അങ്ങനെ ആയെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം കിട്ടൂ. അങ്ങനെ ആയെങ്കിൽ മാത്രമേ നമ്മൾ മുത്തഖിയാകൂ. അങ്ങനെ ആയെങ്കിൽ മാത്രമേ നമ്മൾ നല്ല മനുഷ്യനാകൂ. അതുകൊണ്ടാണ് ഇതങ്ങനെ സംവിധാനിച്ചത്. എന്തുകൊണ്ട്? ഒരു സ്ഥാപനത്തിന്റെ ഉടമ ഒരു തൊഴിലാളിയെ ഏൽപ്പിച്ചു ആ സ്ഥാപനം നടത്താൻ. അദ്ദേഹം ഭംഗിയായി അത് നടത്തുന്നു. കേസിലാണുള്ളത്. മുതലാളിപ്പറ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുക. അദ്ദേഹം അങ്ങോട്ടും കാണുന്നുണ്ട്, അദ്ദേഹം ഇങ്ങോട്ടും കാണുന്നുണ്ട്. ഒന്നും അദ്ദേഹത്തിന്റെ കണ്ണ് വട്ടിച്ച് ചെയ്യാൻ കഴിയില്ല എന്നാണ് അവസ്ഥയെങ്കിൽ ഈ മനുഷ്യൻ അമീനാണോ? ഈ മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് വിശ്വസ്തൻ എന്ന് പറയാൻ കഴിയോ? ഇല്ല. വിശ്വസ്തൻ എന്ന് പറയണമെങ്കിൽ സത്യസന്ധത പാലിക്കാനും വഞ്ചന കാണിക്കാനും അവസരം നൽകണം, അതിനുള്ള കഴിവ് നൽകണം, അതിനുള്ള സ്വാതന്ത്ര്യം നൽകണം. അങ്ങനെ നൽകിയിട്ട് അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കണം. ഇതിനു വേണ്ടി അള്ളാഹു ദുനിയാവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിജാബിന്റെ അപ്പുറത്താണ് കാണൂല. അങ്ങനെയാണ് ഈ ദുനിയാവിനെ അള്ളാഹു തആല സംവിധാനിച്ചത്. അപ്പൊ എന്തിനു വേണ്ടി? നമ്മെ അള്ളാഹു തആല കാണാത്ത ഒരവസ്ഥയിലാക്കി, അള്ളാഹിനെ കാണാത്ത അവസ്ഥയിലാക്കി. അത് അള്ളാഹുവിന്റെ തക്ലീഫ്, അത് നടക്കണം. തക്ലീഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ ജീവിക്കണം. പരീക്ഷണം സാധ്യമാകണം. നമ്മെ പരീക്ഷിക്കുകയാണ്. എന്നാൽ ആഖിറത്തിൽ അള്ളാഹുവിനെ കാണാം. സ്വർഗത്തിൽ നമുക്ക് അള്ളാഹുവിനെ കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് സ്വർഗത്തിൽ വെച്ച് കാണുന്നത്? അത് ഇക്റാമാണ്, നമ്മെ ആദരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ അല്ലാഹു തആല സ്വർഗം നൽകി ആദരിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ലിഖാ നൽകി, കാണാനുള്ള അവസരം നൽകി ആദരിക്കുന്നതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ കാര്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പൊ ദുനിയാവിൽ വെച്ച് കാണൂല, ആഖിറത്തിൽ വെച്ച് കാണും. അല്ലാഹു തആല ലത്തീഫാണ്. അതിസൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണ്. നിഗൂഢമായ കാര്യങ്ങൾ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്. വളരെ കൃത്യമായി അള്ളാഹുവിനറിയാം. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികളായ ആളുകൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് മനസ്സിലാക്കണ്ട, അങ്ങനെ വിചാരിക്കണ്ട. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തേക്ക് സാവകാശം നൽകുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അല്ലാതെ മനുഷ്യന് കാണുന്ന വിധത്തിൽ ആരാധ്യനായ അള്ളാഹു നിന്നിട്ട് അവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് എല്ലാം തത്സമയം തന്നെ ശിക്ഷ കൊടുത്ത് കഹരിയായി അവനെ നിർബന്ധപൂർവം നിയന്ത്രിക്കുന്ന സംവിധാനമല്ല ദുനിയാവിലുള്ളത്. മറിച്ച് തൗഹീദായി അവന്റെ ഇഷ്ടമനുസരിച്ച്, അവന്റെ കഴിവനുസരിച്ച്, അവന്റെ സ്വാതന്ത്ര്യമനുസരിച്ച് അവൻ തെളിയിക്കണം, ഞാൻ നല്ലോനാണ് അല്ലാഹ്, നീ നിരീക്ഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ തൃപ്തിക്ക് വിരുദ്ധമായി, നിന്റെ ഇഷ്ടത്തിന്റെ വിരുദ്ധമായി ഞാൻ പ്രവർത്തിക്കുകയില്ല എന്ന് ജീവിച്ചു തെളിയിച്ചവർക്കുള്ളതാണ് സ്വർഗം. അതിനാണ് അല്ലാഹു തആലയെ ദുനിയാവിൽ വെച്ച് കാണാത്ത ഒരവസ്ഥ അല്ലാഹു നമുക്ക് നൽകിയത്. അതുകൊണ്ടല്ലേ നമ്മൾ മുഅ്മിനീങ്ങളായത്. നമ്മൾ ഈ ജീവിക്കുന്ന ലോകം ആലമുശ് ഷഹാദ, നമ്മൾ കാണുന്ന ലോകം, എല്ലാം നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ അനുഭവമാണ്. നാം ഉപയോഗിക്കുന്ന വസ്തുക്കളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അത് നമ്മുടെ അനുഭവമാണ്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളോ അതെല്ലാം അദൃശ്യമാണ്. അല്ലാഹ് പറഞ്ഞില്ലേ, ഹുദല്ലിൽ മുത്തഖീൻ. ഈ ഖുർആൻ മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാണ്. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അദൃശ്യം വിശ്വസിക്കുന്നവർ. ഈ ആലമുശ് ഷഹാദയിൽ എല്ലാം കാണുന്ന അനുഭവമാകുന്ന ഈ ലോകത്ത് നിന്നുകൊണ്ട് അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുക. ഏറ്റവും വലിയ അദൃശ്യം അല്ലാഹു തന്നെ. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ, വിശ്വാസ കാര്യങ്ങളൊക്കെ അദൃശ്യമാണ്. സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല,
നരകം നമ്മൾ കണ്ടിട്ടില്ല, എല്ലാം അദൃശ്യമാണ്. അപ്പോൾ ആ അദൃശ്യത്തിലുള്ള വിശ്വാസം നമ്മുടെ ഐഹിക ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോ നമ്മൾ മുഅ്മിനീങ്ങളാവുകയാണ്, നമ്മൾ സ്വർഗാവകാശികളായി തീരുകയാണ്. വളരെ വ്യക്തമായി വിശ്വാസ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ ഇത് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും ഇബാദത്ത് ചെയ്യുമ്പോൾ കാണുന്നത് പോലെ ചെയ്യണം. അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചു എന്താണ് ഇഹ്സാൻ. അള്ളാഹുവിനെ നേരിൽ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യുക. നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ ഇങ്ങോട്ട് നിരീക്ഷിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ഈ സംഗതി മനസ്സിലാക്കിയിട്ട് വേണം നീ ഇബാദത്ത് ചെയ്യാൻ. അപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനാകുന്നത്. അല്ലാഹു പറയുന്നു, ലാ തുദ്രികുൽ അബ്സാർ, കണ്ണുകൾ അവനെ കണ്ടെത്തിക്കുകയില്ല. വഹുവ യുദ്രികുൽ അബ്സാർ, എല്ലാ കാഴ്ചകളെയും എല്ലാ കണ്ണുകളെയും അവൻ കാണുന്നുണ്ട്. കണ്ണുകളെ മാത്രമല്ല, അതിന്റെ ഒളിഞ്ഞു നോട്ടം കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഹൃദയത്തിലുള്ള വിചാരങ്ങളെ അള്ളാഹു കാണുന്നുണ്ട്. അത്രയും മനുഷ്യരുമായി അടുത്തു നിന്ന് നിരീക്ഷിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. വഹുവൽ ലത്തീഫുൽ ഖബീർ. ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവൻ ലത്തീഫാണ്, അതിസൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവനാണ്. മനുഷ്യന് ആവശ്യമായത്, ഗുണകരമായത്, അള്ളാഹു മനുഷ്യന് നൽകാൻ തീരുമാനിച്ച ഗുണകരമായ സംഗതികൾ ആ മനുഷ്യൻ പോലും അറിയാതെ അവനിലേക്ക് എത്തിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ അത്രയും ലത്തീഫാണ്. അപ്പൊ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം, അടിമകളും തമ്മിലുള്ള ബന്ധം ഒരു ഖഹരിയായ നിർബന്ധപൂർവമുള്ള ബന്ധമല്ല. നേരെ മറിച്ച് സ്വമേധയാ സ്വന്തം ഇഷ്ടമനുസരിച്ച് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബന്ധമാകണം. ആഖിറത്തിലെത്തിയാലോ അള്ളാഹുവിനെ കാണാം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അന്ന് ചില മുഖങ്ങൾ അത് പ്രസന്നമായിരിക്കും. എന്തുകൊണ്ട്? ഇലാ റബ്ബിഹാ നാളിറ, റബ്ബിലേക്ക് നോക്കും, അള്ളാഹുവിങ്കലേക്ക് നോക്കും. ഹദീസിൽ കാണാം, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ. ഒരു 14-ാം രാവ് സഹാബത്ത് മരുഭൂമിയിൽ നിന്ന് 14-ാം രാവ് കണ്ടപ്പോ, പൂർണ്ണചന്ദ്രനെ കണ്ടപ്പോ റസൂലുള്ളാഹി പറയുകയാണ്, നാളെ മഹ്ശറയിൽ 14-ാം രാവിനെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ നാഥനെ കാണും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റസൂല് തന്നെ വിശദീകരിക്കുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിക്കും തിരക്കും കൂടേണ്ടതില്ല. ഒരാളെ മറഞ്ഞിട്ട് വേറൊരാൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയും ഇല്ല, എല്ലാവർക്കും കാണാം. അങ്ങനെയാണല്ലോ ചന്ദ്രനെ കാണൽ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധ്യനെ കാണാം. ബഹുദൈവ വിശ്വാസികൾക്ക് ഇവിടെ വെച്ച് തന്നെ അവരുടെ ആരാധ്യന്മാരെ കാണാം. കാരണം കാണുന്ന രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് വിഗ്രഹങ്ങൾ. അതാണ് പൂർവകാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പല രൂപങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് അതിനെയാണ് ആരാധിക്കുന്നത്. മുഅ്മിനീങ്ങളാകട്ടെ കാണാത്ത ഏകനായ റബ്ബിനെയാണ് ആരാധിക്കുന്നത്. സ്വർഗത്തിലെത്തിയാൽ ആനന്ദകരമാണ് സ്വർഗം, ഭംഗിയുള്ളതാണ് സ്വർഗം. അതിന്റെ ഭംഗി എത്രയാണ് ഖുർആൻ വിവരിക്കുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിൽ അതിനേക്കാളെല്ലാം ആശ്ചര്യം സാഹിബുൽ ജന്നയ, ആ സ്വർഗം ആരുടേതാണോ അവനാണ് ഏറ്റവും വലിയ ഭംഗി. ഇന്നല്ലാഹ ജമീൽ, അല്ലാഹു ജമീലാൻ. ആ അല്ലാഹുവിനെ കാണലാണ് സ്വർഗം കാണുന്നതിനേക്കാൾ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞില്ലേ, വഅദല്ലാഹുൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളായ സ്ത്രീകളോടും വിശ്വാസികളോടും അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നു. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്ത് കൂടി നീരുറവകൾ ഒഴുകുന്ന വിശാലമായ സ്വർഗം. ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബ, അതിൽ നിത്യവാസികളാണ്. അതുപോലെ തന്നെ സുന്ദരമായ പാർപ്പിടങ്ങളാണ്. ഫീ ജന്നാത്തി അദിൻ, ജന്നത്തുൽ അദിനിലാണ്. അതിനേക്കാളെല്ലാം പുറമെ വരിളവാനും മിനല്ലാഹി അക്ബർ, വരിളവാനും മിനല്ലാഹി അക്ബർ,
അള്ളാഹുവിന്റെ പൊരുത്തമാണ് ഏറ്റവും വലുത്. സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ സ്വർഗവാസികളെ റബ്ബ് വിളിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇതിൽ കൂടുതൽ എന്താണ് എന്നവര് ചോദിക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് എന്റെ പൊരുത്തം നൽകുന്നു, നിങ്ങളോട് ഇനി എനിക്ക് ഒരിക്കലും വെറുപ്പില്ല, ദേഷ്യമില്ല, നിങ്ങൾക്ക് സദാ എല്ലായ്പ്പോഴും എന്റെ തൃപ്തിയാണ്. റളിയല്ലാഹു അൻഹും വറളു അൻ. അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹുവിനെ കാണുക ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരിക്കലും വെറുക്കാത്ത വിധത്തിലുള്ള അള്ളാഹുവിന്റെ പൊരുത്തം. ഇത് കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? അള്ളാഹുവിന്റെ പൊരുത്തമാണ് ഏറ്റവും വലുത്. ആ വലിയ പൊരുത്തം കിട്ടണമെങ്കിൽ ഏറ്റവും വലിയ കാര്യം ഇവിടുന്ന് ചെയ്യണം. അള്ളാഹ് പറയുന്ന ദുനിയാവിലെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് വലദിക്റുല്ലാഹി അക്ബർ, വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിനെ സ്മരിക്കലാണ് ഏറ്റവും വലുത്. ഇത് വചനങ്ങളിൽ മാത്രം ഉൾക്കൊള്ളിച്ച് കളയാനുള്ളതല്ല. നമ്മൾ ഈ ദിക്റുള്ള എന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലും ചില മന്ത്രങ്ങൾ ഉരുവിടുക, അതുമാത്രമല്ല. നമ്മുടെ ജോലി, നമ്മുടെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തെ സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതും അത്ര തന്നെ പ്രാധാന്യമില്ലാത്തതും അപ്രധാനമായതും എന്നൊക്കെ വേർതിരിക്കാറില്ലേ? ഇപ്പൊ ക്ലാസ്സിൽ കുട്ടികൾ കളിക്കുകയാണെങ്കിൽ ഗുരുനാഥൻ പറയും, നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്ക്, അതല്ലേ അവിടെ ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലിയിൽ ശ്രദ്ധ ഇല്ലെങ്കിൽ കമ്പനിയുടെ ഉടമ പറയും, നിങ്ങൾ അതിലൊന്ന് ശ്രദ്ധിക്കുക, അതാണല്ലോ ഏറ്റവും പ്രധാനം. അതുപോലെ അള്ളാഹ് നമ്മളോട് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ ഇവിടെ അങ്ങ് മുഴുകിപ്പോയി. എവിടെ? ഈ ദുനിയാവിൽ അങ്ങ് മുഴുകിയപ്പോ, ദുനിയാവിലങ്ങ് ലയിച്ചപ്പോ അതല്ല കേട്ടോ, അതിനു വേണ്ടിയല്ല നിങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങൾ ഉണ്ടാക്കിയത് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ പടച്ചത് എന്നെ ഇബാദത്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കാൻ എടുക്കുക, നമുക്ക് അള്ളാഹു തസ്ഖീർ ചെയ്ത് തന്നതാ, നമുക്ക് അള്ളാഹു അത് വിധേയമാക്കി തന്നതാ. അത് കുടിച്ചാൽ കാര്യമുണ്ട്. എന്താ കാര്യം? ദാഹം മാറും, ആരോഗ്യത്തിന് നല്ലതാണ്. ഇതൊക്കെ ദുനിയാവാ. നമ്മൾ പിടിച്ച ഗ്ലാസ് ദുനിയാവാ, അതിലെ വെള്ളം ദുനിയാവിൽ അല്ല തന്നതാ. ദാഹം മാറുന്നത് ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന അതിന്റെ ഉപകാര. എന്നാൽ ഇതിനു വേണ്ടി മാത്രമാകരുത് ഒരു മുഅ്മിൻ ഒരു വെള്ളത്തിലേക്ക് നോക്കുന്നത്. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, ആ വെള്ളത്തിൽ നോക്കിയിട്ട് റബ്ബിനെ കാണണം, അതുണ്ടാക്കിയവരെ കാണണം. എന്താണ് അത്ഭുതം? വെള്ളമാകുന്ന അത്ഭുതം. ആ അത്ഭുതത്തിലൂടെ അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ആ ചിന്തയുണ്ടല്ലോ, വലദിക്റുല്ലാഹി അക്ബർ, അതാണ് ഏറ്റവും വലുത്. നീ വെള്ളം കുടിച്ച് ദാഹം മാറ്റിയതിനേക്കാൾ, നീ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ നിന്റെ ആവശ്യത്തിന് ഉപയോഗിച്ചതിനേക്കാൾ, അതെല്ലാം ഉപയോഗിച്ച് കുറഞ്ഞ കാലം ഇവിടെ ജീവിച്ചതിനേക്കാൾ, ഈ പ്രപഞ്ചത്തിലൂടെ അള്ളാഹുവിന്റെ പ്രവർത്തി കണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി നിനക്കുന്നതനാകാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ ആ ചിന്തയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തന്നു. അതിനങ്ങൾ ഉണ്ടാക്കിയത്, അതിനു വേണ്ടിയാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. അല്ലാതെ എങ്ങനെങ്കിലും ഒക്കെ ജീവിക്കുക, ദുനിയാവിലങ്ങ് മുഴുകുക, എപ്പോഴെങ്കിലും കുറച്ച് നിസ്കരിക്കുക, ആ രൂപത്തിലുള്ള ഒരു കളിതമാശ ഉണ്ടല്ലോ, ആ രൂപത്തിലുള്ള ജീവിതത്തിനല്ല എന്ന് കൃത്യമായി അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരികയാണ്. വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ ലുത്ഫ് ഈ പ്രപഞ്ചത്തിലുള്ള അള്ളാഹുവിന്റെ പ്രവർത്തനത്തിലൂടെ കൃത്യമായി അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഖുർആനിൽ 7 സ്ഥലത്താണ് അള്ളാഹുവിനെ ലത്തീഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സംഭവത്തിലാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ? ഒരുപാട് ക്രൂശിക്കപ്പെട്ട, ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട, ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. തന്റെ സഹോദരങ്ങളുടെ അസൂയ കാരണം അവർ കൊണ്ടുപോയി യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ടു. യൂസുഫ് നബി എന്ത് ചെയ്തു?
ഒരു തെറ്റും ചെയ്യാതെ യൂസുഫ് അലൈഹിസ്സലാമിനെ ഒരു അടിമയായി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെട്ടു. യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയല്ലേ? അതുപോലെ തന്നെ ഒരു കള്ളക്കേസിൽ വലിയ മാനഹാനി സംഭവിക്കുന്ന ഒരു വലിയ ആരോപണത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പെടുത്തി. എന്നിട്ടോ വർഷങ്ങളോളം അതിക്രൂരമായി ജയിലിലകപ്പെട്ടു. ഇതെല്ലാം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്താ? അള്ളാഹു യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അള്ളാഹ് പ്ലാൻ ചെയ്ത യൂസുഫിന് അള്ളാഹു നൽകാൻ അള്ളാഹു തീരുമാനിച്ച ആ ഒരു സ്റ്റേജിന് യൂസുഫ് അലൈഹിസ്സലാം എത്തണമെങ്കിൽ ഈ കടമ്പകളെല്ലാം കടക്കണം. യൂസുഫിനെ സംബന്ധിച്ച് ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവനും ദുരിതമാണ്. അവസാനം ഭരണാധികാരം ഏറ്റെടുക്കുകയും ഏൽപ്പിക്കപ്പെടുകയും തന്റെ മാതാപിതാക്കളെ സിംഹാസനത്തിൽ ഇരുത്തുകയും സഹോദരങ്ങളെല്ലാം വന്നിരിക്കുകയും ചെയ്തപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ വെച്ച് പറഞ്ഞു, ഇന്ന റബ്ബി ലതീഫുൽ ലിമാ യശാ. എന്റെ റബ്ബ് അതിസൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണ്. ഇപ്പല്ലേ മനസ്സിലായത് റബ്ബ് എന്തിനാ അതൊക്കെ ചെയ്തതെന്ന്? യൂസുഫ് നബി അലൈഹിസ്സലാം മാതാപിതാക്കളുടെ അടുത്ത് ആ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ മിസ്റിലെ രാജാവോ? പിതാവിന്റെ ആ ലാളനയും തലോടലും അതെല്ലാം കരസ്ഥമാക്കി വീട്ടിലൊരു ഓമനക്കുട്ടിയായി അങ്ങനെ ജീവിച്ചു പോയാ മതിയോ? പോരാ, യൂസുഫിനെ പുറത്താക്കണം. കൊണ്ടുപോയി കിണറ്റിലിട്ടു. ആ കിണറ്റിലിട്ടത് കോരിയെടുക്കാൻ യൂസുഫ് അലൈഹിസ്സലാമിനെ വീണ്ടെടുക്കാൻ വരുന്നത് ഏതെങ്കിലും കച്ചവടക്കാരായാ പോരാ, ഒരു മിസ്റിലേക്ക് പോകുന്നവരാകണം. റബ്ബിന്റെ തീരുമാനമാണ്. മിസ്റിൽ കൊണ്ടുപോയി വിൽക്കുമ്പോ ഏതെങ്കിലും വീട്ടിൽ വാങ്ങിയാ പറ്റില്ല. ഇത് രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ വാങ്ങിക്കൊണ്ടു പോകണം. റബ്ബിന്റെ തീരുമാനമാണ്. റബ്ബിന്റെ തീരുമാനമാണ്. ലത്തീഫാണ് റബ്ബ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാറില്ലേ? ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ലേ? നമ്മൾ പ്രതീക്ഷിച്ചത് നടക്കാതെ പോകാറില്ലേ? നമ്മുടെ റബ്ബ് ലത്തീഫാണ്. നമ്മെ കൊണ്ട് എന്താണോ റബ്ബ് ഉദ്ദേശിച്ചത് വിശ്വാസം നേരെയാക്കണം, തവക്കുൽ കൃത്യമായിരിക്കണം, റബ്ബിനോട് പ്രാർത്ഥിക്കണം. നമ്മ ഉന്നതിയിൽ അള്ളാഹു എത്തിക്കുക തന്നെ ചെയ്യും. നമുക്ക് അള്ളാഹു സ്വർഗം തരും. പരിപൂർണമായി റബ്ബിലേക്ക് അടുക്കണം. വഴിതെറ്റിപ്പോകരുത്. മറ്റു കോണുകളിലേക്ക്, ശിർക്കിന്റെ മേഖലയിലേക്ക് അകപ്പെട്ടു പോകരുത്. ഇതാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ നാഥൻ ലത്തീഫാണ്. അത് സൂക്ഷ്മമായി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറിലാക്കി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിൽ സാധാരണ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ജംഉം ഖസ്റും. കേരളീയരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ദേശാടനം. പലയിടത്തും യാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് നൽകിയ രണ്ട് ആനുകൂല്യമാണ് ജംഉം ഖസ്റും. ചില ആളുകൾ പറയും അതൊക്കെ റസൂലിന്റെ കാലത്ത് ഈ ജമ്മും ഖസ്റൊക്കെ. ഇപ്പം എന്തിനാ? മുട്ടിന് പള്ളിയുണ്ട്, ഇഷ്ടംപോലെ വാഹന സൗകര്യമുണ്ട്, പിന്നെന്ത് ജമ്മും ഖസ്റാണ്? അള്ളാഹ് തരുന്ന ആനുകൂല്യം അങ്ങനെ അങ്ങ് തള്ളിക്കളയും. അങ്ങനെ തള്ളരുത്. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ഈ ആനുകൂല്യം എടുക്കുന്നത്. ഈ പറയുന്ന കക്ഷികൾ എന്നെ പഞ്ചായത്ത് കോയിനെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓടിപ്പോയിട്ട് വാങ്ങുകയും ചെയ്യും. വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ ആനുകൂല്യം വാങ്ങാൻ നമ്മൾ പിന്നിലൊന്നും അല്ല, അത് ദുന്യാവിൻ്റെതാ കിട്ടുകയാണെങ്കിൽ. അപ്പൊ അള്ളാഹ് തരുന്ന ആനുകൂല്യങ്ങൾ വാങ്ങാണ് വേണ്ടത്. അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമുക്കിന്ന് എന്താണ് ജംഉ എന്ന് മനസ്സിലാക്കാം. ജംഉ എന്ന് പറഞ്ഞാൽ രണ്ട് നമസ്കാരം
ഒരു നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കരിക്കലാണ്. എന്ന് പറഞ്ഞാൽ ളുഹർ അസറിന്റെ സമയത്തേക്ക് പിന്തിച്ച് ആക്കുക. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ളുഹറിന്റെ സമയത്തിന് നീളം കൂടി. അസർ ബാങ്ക് കൊടുത്താലും ളുഹറിന്റെ സമയം കഴിയൂല, മഗ്രിബ് വരെ സമയമുണ്ട്. ളുഹറിനെ അസറിന്റെ കൂടെ ജമ്മാക്കിയ ളുഹറിന്റെ സമയം അങ്ങ് നീളുകയാണ്. ഇനി അസറിനെ ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അസറിന്റെ സമയം ഇങ്ങോട്ട് വിശാലമാവുകയാണ്. അസറിന്റെ സമയം സാധാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അസറിന്റെ സമയം തുടങ്ങി. ളുഹർ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ അസറിന്റെ സമയം തുടങ്ങി. ജമ്മാക്കുന്ന ആൾക്ക് ആ ളുഹറിന്റെ സമയത്ത് അസർ നിസ്കരിക്കാം. ളുഹറും അസറും ഒരു ജോഡിയാണ്. അതുപോലെ മഗ്രിബും ഇശാഉം മറ്റൊരു ജോഡിയാണ്. മഗ്രിബിനെ ഇശായിന്റെ സമയത്തും നിസ്കരിക്കാം, ഇശായിനെ മഗ്രിബിന്റെ സമയത്തും നിസ്കരിക്കാം. ഇങ്ങനെ ഒരു നമസ്കാരത്തെ മറ്റൊരു നമസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കുന്നതിന്റെ പേരാണ് ജംഅ്, ഒരുമിച്ച് കൂട്ടുക എന്നാണ് അതിന്റെ അർത്ഥം. ഖസ്ർ വേറെ, അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ജോഡിയായി നമസ്കരിക്കപ്പെടാവുന്ന നമസ്കാരം ളുഹറും അസറും അതുപോലെ മഗ്രിബും ഇശാവും. മഗ്രിബും അസറും തമ്മിൽ ജംഇല്ല. ഇശാവും സുബഹിയും തമ്മിൽ, അല്ലെങ്കിൽ സുബഹിയും ളുഹറും തമ്മിൽ അങ്ങനെ ജമ്മില്ല. ആകെ ജമ്മിന്റെ ജോഡികൾ ളുഹറും അസറും അതുപോലെ തന്നെ ഇശാവും മഗ്രിബും. ഇതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ വെള്ളിയാഴ്ചയാണ് യാത്രയെങ്കിൽ ജുമയും അസറും അതില്ല. ജുമാ അസറിന്റെ കൂടെ ജമ്മാക്കുക, അല്ലെ അസറിനെ ജുമേന്റെ കൂടെ ചേർത്ത് നിസ്കരിക്കുക, ഏതായാലും യാത്ര പോകല്ലേ, അതില്ല, അവിടെ ജമ്മില്ല. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട സംഗതിയാണ്. അപ്പൊ ഏതായാലും അങ്ങനെ ജമ്മാക്കുന്ന സമയത്ത് മുന്തിച്ചാണോ ജമ്മാക്കേണ്ടത് അല്ല പിന്തിച്ചാണോ, നമ്മുടെ യാത്രയിൽ എങ്ങനെയാണ് സൗകര്യം അങ്ങനെ ചെയ്യാം. ഒരാൾക്ക് മനസ്സിലാവുകയാണ് ളുഹറിന്റെ സമയത്ത് ഞാൻ യാത്രയിലായിരിക്കും, അസറിന്റെ സമയത്താണ് വിശ്രമം, എന്നാൽ ളുഹറിനെ അസറിലേക്ക് ജമ്മാക്കി അസറിന്റെ സമയത്ത് നിസ്കരിക്കാം. ഇനി അസറിന്റെ സമയത്ത് യാത്രയിലായിരിക്കും, ഇപ്പൊ നിസ്കാരമൊക്കെ കഴിയലാണ് നല്ലത്, എന്നാൽ അസറിനെ ളുഹറിന്റെ സമയത്തേക്ക് ഇങ്ങോട്ട് മുന്തിച്ച് ജമ്മാക്കാം. അങ്ങനെ ജമ്മാക്കുന്ന സമയത്ത് ആദ്യം തന്നെ തീരുമാനിക്കണം ഈ സംഗതി. ളുഹറൊക്കെ നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുക, അപ്പൊ ഇങ്ങനെ ഓർമ്മ എനിക്കെന്താ അസർ നിസ്കരിച്ചൂടെ, അങ്ങനല്ല. ഈ ളുഹറിന്റെ കൂടെ അസർ ജമ്മാക്കണമെങ്കിൽ ആദ്യം തന്നെ ഞാൻ ളുഹറിന്റെ കൂടെ അസറും ജമ്മാക്കും എന്നുള്ള ഒരു ധാരണ നമുക്ക് വേണം. ഒരു ധാരണപ്പുറത്ത് ഒരു നിയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതെല്ലാം ചെയ്യേണ്ടത്. ആദ്യത്തെ നമസ്കാരത്തിന് ബാങ്കും ഇക്കാമത്തും കൊടുക്കണം. അപ്പൊ ളുഹർ നിസ്കരിക്കുകയാണ്, അസർ ജമ്മാക്കുന്നുണ്ട്, അതിന്റെ കൂടെ ബാങ്ക് കൊടുക്കുക, ഇക്കാമത്തും കൊടുക്കുക, എന്നിട്ട് ളുഹർ നിസ്കരിക്കുക. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് സലാം വീട്ടി കഴിഞ്ഞിട്ട് ഇക്കാമത്ത് മാത്രം കൊടുക്കുക, അസർ നിസ്കരിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളൊരു സ്ഥലത്ത് ചെന്നു, ളുഹർ നിസ്കരിച്ചിട്ടില്ല, നമ്മൾ ജമ്മാക്കിയതാണ്. അവിടെ പള്ളി കയറി നോക്കുമ്പോൾ അവിടെ അസർ നിസ്കാരത്തിന്റെ ജമായത്ത് നടക്കുന്നു. നമ്മൾ എന്താ ചെയ്യുക? എല്ലാവരും അവിടെ പോയിട്ട് അസറിന്റെ ജമായത്തിന് നിസ്കരിക്കുക, എന്നിട്ട് അവൻ കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ളുഹർ നിസ്കരിക്കുക, പറ്റൂല. ഇവിടെ തർത്തീബ് നിർബന്ധമാണ്. ആദ്യത്തെ നിസ്കാരം ആദ്യം നിസ്കരിക്കണം. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അസറിന്റെ ജമായത്തിന് കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല, ളുഹറിന്റെ നിയത്തോടെ കൂട്ടിക്കോട്ടെ, എന്നിട്ട് ളുഹർ നിസ്കരിക്കട്ടെ, എന്നിട്ട് സലാം വെട്ടിയതിന് ശേഷം അസർ നിസ്കരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ ജമാഅത്തിന് കൂടാതിരിക്കുകയും ചെയ്യാവുന്നതാണ്. ഇവരെ കൂടാറുണ്ടെങ്കിൽ ഇവർക്ക് വേറെ ആ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാവുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പിന്നെ ചിലപ്പോ ഇശാഇന്റെ കൂടെ മഗ്രിബ് ജമ്മാക്കുന്നിടത്ത് വലിയ പ്രശ്നമാവും. എന്താ പ്രശ്നം എന്ന് വെച്ചാല് പള്ളി കയറി ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇശാ നടക്കുന്നത്, ഇവനാണെങ്കിലും മഗ്രിബ് നിസ്കരിച്ചിട്ടുമില്ല. എന്താ ചെയ്യുക? അതിന് കൂടാതിരിക്കലാണ് നല്ലത്. ഇനി നിർബന്ധമായിട്ട് കൂടുകയാണെങ്കിൽ മഗ്രിബിന്റെ നിയത്തോട് കൂടി തന്നെ കൂടണം. മൂന്നാമത്തെ റക്അത്തിന് മൂപ്പർക്ക് അവിടെ ഇരിക്കാം, മൂപ്പര എഴുന്നേറ്റ് പോകണ്ട. ഇമാമ് നാലാമത്തെ റക്അത്തൊന്നിങ്ങി വരട്ടെ, എന്നിട്ട് സലാം വീട്ടുന്നത് വരെ മഗ്രിബിന്റെ നിയത്തോട് കൂടി അവിടെ അവർ ചെയ്യുക. ഇതൊക്കെ ഒരു കുടുങ്ങിയ വിഷയമാണ്. അതുകൊണ്ട് കൂടാതിരിക്കലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നല്ലത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി പരമാവധി ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കുറ്റവാസനകളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിലെല്ലാം പൊരുത്തപ്പെട്ട് പൂർണ്ണമായി അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.
അള്ളാഹുവേ നിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കല്ല റഹ്മാനെ. അള്ളാഹുവേ എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കി തരണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വരയുന്നവരുണ്ട്, ആരോഗ്യ പ്രശ്നമുള്ളവരുണ്ട്, ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്, വാർദ്ധക്യ സഹജമായ രോഗത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹുവേ നിന്റെ പ്രത്യേക ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ തന്നതിന് ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ, ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.